ഇത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 10 റോഡുകളിൽ റോഡാണ് നമ്മുടെ നാഷണൽ ഹൈവേ. ഇതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നേർവഴി പ്രവർത്തകർ സർവേ എടുത്തിട്ട് 2324 കുഴികളാണുള്ളത്. ഇത് വർഷം തോറും ഇത് ക്ലിയർ ചെയ്യുന്നില്ല, വർഷങ്ങളായിട്ട് ഇത് ക്ലിയർ ചെയ്തിട്ടില്ല. നാഷണൽ ഹൈവേ ഇത് ക്ലിയർ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഓട്ടടയ്ക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് റീചാർജ് ചെയ്യാനാണ്. ഒരുപാട് അപകടങ്ങൾ ഇതുമൂലം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഒരു മനുഷ്യന് ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരമായി മുന്നിട്ടിറങ്ങുന്നത്. വാണിയമ്പാറ തൊട്ട് പട്ടിക്കാട് വരെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. വാണിയമ്പാറയിൽ നിന്ന് തുടങ്ങിയത് സർവേ ഞങ്ങൾ 2 ബൈക്കിലായി 4 പേര് മണ്ണുത്തിൽ നിന്നൊരു ടീമും അതുപോലെ തന്നെ വാണിയമ്പാറയിൽ നിന്നൊരു ടീമും അവിടെ നിന്നും ഇങ്ങോട്ടുമായിട്ട് പോയിട്ട് 2 സർവേയാണ് നടത്തിയിട്ടുള്ളത്. അതായത് സെൻട്രൽ വള്ള വരയ്ക്ക് ഇപ്പുറം അപ്പുറം 2 ടീമും 2 സൈഡുകളായിട്ട് നിന്നാണ് സർവേ നടത്തിയിട്ടുള്ളത്. അപകടം വെച്ചാൽ ഇപ്പോൾ ഈ അപകടങ്ങളും മരണം 2 മരണമാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളത്. പക്ഷേ നിരവധി വാഹന അപകടത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 53 മരണമാണ് ഒല്ലൂർ മേഖലയിൽ നടന്നിട്ടുള്ളത്. ഒല്ലൂർ പോലീസ് CI പരിധിയിൽ 53 മരണമാണ് 2011 മുതൽ ഈ തൊട്ടടുത്ത ദിവസം വരെ നടന്നിട്ടുള്ളത്. നാഷണൽ ഹൈവേയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് ആക്സിഡൻറ്റ് സംബന്ധിച്ച് നേർവഴി മനുഷ്യാവകാശ സംരക്ഷണ സമിതി റോഡിൻ്റെ കുഴികളുടെ സർവേ എടുത്തിരുന്നു. ഈ 4 പേരിടുന്ന ഞങ്ങളുടെ സംഘമാണ് സർവേ നടത്തിയത്. മൊത്തം കുഴി 2324 കുഴിയാണ്. ഇതിൽ 19 കുളമുണ്ട്. വാണിയമ്പാറ, ചുവന്ന മണ്ണ്, പട്ടിക്കാട് ഇവിടെ 10 മീറ്റർ മുതൽ 20 മീറ്റർ വരെ റോഡ് തന്നെയില്ല. ഇത് സംബന്ധിച്ച് സർക്കാരിനെ ഉണർത്തിക്കാൻ വേണ്ടിയാണ് കാലൽ നടജാഥ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാണിയമ്പാറയിൽ നിന്ന് ആരംഭിച്ച ജാഥ പട്ടിക്കാടാണ് ഞങ്ങൾ സമാപിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ കണ്ണ് തുറക്കാൻ വേണ്ടി ഇനിയും വിവിധ രീതിയിലുള്ള സമരപരിപാടികളായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നേർവഴി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും.